Hi everyone, welcome back to Chinnus Taste Buds. ഇതിനൊരു കേസരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്, റവ കേസരി. അപ്പോൾ ഇങ്ങനെയാണ് റവ കേസരി വീട്ടിൽ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോഴേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ മെസ്സേജ് കിട്ടുള്ളൂ. ഇനി നമുക്കൊരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിന് വെളിച്ചെണ്ണ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. സൺഫ്ലവർ ഓയിലാണ് കുറച്ചുകൂടെ നല്ലത്, അല്ലെങ്കിൽ നെയ്യ് ചേർത്താലും മതി. അപ്പോൾ ഇതിൽ ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ റവ നമുക്ക് നന്നായിട്ടൊന്ന് ഈ എണ്ണയിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ റവ വറുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് വറുക്കുന്നതാണ് നല്ലത്. ഹൈ ഫ്ലെയിമിൽ ഇടാതിരിക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കും. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നോൺ സ്റ്റിക്ക് പാനിൽ തന്നെ യൂസ് ചെയ്യുക. ഇപ്പോൾ ഒരുവിധം നിറം മാറി വരുന്നുണ്ട്. ഇതൊരു 5 മിനിറ്റ് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കണം. ഈ ഒരു പാകത്തിന് നമുക്ക് വറുത്ത് കിട്ടണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് വേറൊരു പാനിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് നമ്മൾ റവ എടുത്ത അതേ കപ്പിൽ തന്നെയാണ് ഞാനിവിടെ വെള്ളം എടുത്തിരിക്കുന്നത്. അതായത് 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം എന്ന അളവിൽ വേണം എടുക്കാനായിട്ട്. എന്നാലേ നമുക്ക് ഈ അളവ് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നല്ല പെർഫെക്റ്റായിട്ട് കേസരി തയ്യാറായി കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരമൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപ്പ് ചേർക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലയ്ക്ക പൊടിച്ചത്. ഏലയ്ക്കാപ്പൊടി ഇല്ലെങ്കിൽ ഒരു 2-3 ഏലയ്ക്ക ഒന്ന് പൊടിച്ചെടുത്താലും മതി. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റവ ഇട്ട് കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത്, റവ കുറേശ്ശെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ വറുത്ത റവ നമുക്കിതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഉടനെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ മിക്സ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം, നമ്മളിതിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ വെള്ളം എല്ലാം വലിഞ്ഞു പോവുകയും ചെയ്യും. നമ്മുടെ കേസരി പെർഫെക്റ്റായി കിട്ടുകയില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കട്ടയൊക്കെ ഒന്ന് ഉടച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതായത് 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളവും അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് പഞ്ചസാരയുമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഈ പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുമ്പോൾ തന്നെ ഇതൊന്നുകൂടെ ലിക്വിഡ് പോലെ ആയിക്കോളും. അപ്പോൾ ആ പഞ്ചസാരയുടെ ആ ഒരു സിറപ്പിലും കിടന്ന് കുറച്ചുകൂടെ റവയൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടും. ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ വേണം കുക്ക് ചെയ്യാനായിട്ട്. ഇതിലേക്ക് ഒരു നുള്ള് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. യെല്ലോ ഫുഡ് കളറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഫുഡ് കളർ ആവശ്യത്തിനുള്ളത് ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പാകത്തിന് ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തിട്ടുള്ളത്. അതായത് നമ്മൾ 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്താണ് ആദ്യമേ റവ വറുത്തിട്ടുള്ളത്. അതുപോരാതെ ഈ ഒരു സ്റ്റേജിൽ 5 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം. നെയ്യ് ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിം ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും, നമ്മുടെ കേസരി കറക്റ്റ് ആവേ ഇല്ല. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാൻ പറയുന്നത്. ഇപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്. ഈ ഒരു പാകത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും റൈസിൻസും, ഞാൻ ഇത് നേരത്തെ തന്നെ വറുത്ത് വെച്ചിട്ടുള്ളതാണ്, അത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ കുറച്ച് കാഷ്യൂനട്ട്സും റൈസിൻസും വറുത്തതിന് ശേഷം അതുകൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് കാഷ്യൂനട്ടും റൈസിൻസും മിക്സ് ചെയ്തെടുക്കുന്നത്. കാര്യം ഈ ഒരു പാകത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ തന്നെ നമ്മുടെ കേസരി നല്ല പാകത്തിനായി വന്നിട്ടുണ്ട്. പാത്രത്തിൻ്റെ അരികിൽ നിന്നാ വിട്ട് നല്ല പാകത്തിനായി വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കേസരി തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ ആവശ്യമുള്ള ഒരു ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും നെയ്യ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നെയ്യ് അല്ലെങ്കിൽ ഓയിൽ ചേർത്താലും മതി. എന്നിട്ട് ഇതിലേക്ക് ചൂടോടുകൂടി തന്നെ നമ്മുടെ കേസരി സെർവ് ചെയ്യാം.
അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ കറക്റ്റ് ആ ഒരു ബൗളിൻ്റെ ആ ഒരു ഷേപ്പിൽ കേസരി കിട്ടാൻ വേണ്ടിയാണ്. കേസരി ബൗൾ നിറച്ചും വെച്ചതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഒരു സ്പൂൺ ഉപയോഗിച്ച് എല്ലാ ഭാഗത്തേക്കും ഒന്ന് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെയൊന്ന് ചെയ്തു വരുമ്പോഴേക്കും കറക്റ്റ് ആ ഒരു ബൗളിൻ്റെ ഷേപ്പിൽ നമുക്ക് കേസരി കിട്ടും. ഇതൊന്ന് എല്ലാ വശങ്ങളിലേക്കും ഒന്ന് സെറ്റാക്കി കൊടുക്കണം. ഇത് ചൂടോടുകൂടി തന്നെ ചെയ്യണം. ചൂടാറിക്കഴിയുമ്പോൾ കേസരി സെറ്റായി പോവും. അപ്പോൾ ചൂടോടുകൂടി തന്നെ ഓയിൽ ബ്രഷ് ചെയ്ത ബൗളിലേക്ക് കേസരി വെച്ച് കൊടുക്കുക. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റ് ഇതിന് മുകളിൽ വെച്ചതിന് ശേഷം കേസരി ഒന്ന് മറിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ റവ കേസരി തയ്യാറായിട്ടുണ്ട്. ഇതിന് നടുക്കൊരു ചെറിയും കൂടെ വെച്ച് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും